പ്രീതി, നീ ഇവിടെ വന്നിരിക്കുമ്പോൾ പറയണ്ടി. പ്രീതി, നിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട ജോലി ഏൽപ്പിക്കാന്ന് വിചാരിക്കുക. എന്ത് ജോലി ആന്റി? പറഞ്ഞു, ഞാൻ ചെയ്തോളാം. ഒരു 2 ആഴ്ച കഴിഞ്ഞ് നമ്മുടെ വീട്ടില് ഒരു പ്രധാനപ്പെട്ട വിശേഷം നടക്കാൻ പോവുക. അതിന് നീ വേണം മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. വിശേഷോ? എന്ത് വിശേഷ? വിശേഷം എന്ന് വെച്ചാ ഓണം, ദീപാവലി, വിഷു എന്നൊന്നും വിചാരിച്ചേക്കരുത്. 2 ആഴ്ച കഴിഞ്ഞ വിക്രമിന്റെ പിറന്നാള് വരാൻ പോവാ. വാവ്, സൂപ്പർ. വിക്രമിന്റെ ബർത്ത്ഡേ നമുക്ക് നല്ല ക്ലാസ്സായി മാസായി ആഘോഷിക്കണം. നമ്മൾ ആഘോഷിക്കാന്നൊക്കെ വിചാരിക്കും, എന്നാ വിക്രം അതിന് തടസ്സം നിൽക്കുക. എന്താ ആന്റി? വിക്രം സമ്മതിക്കില്ല എന്ന് പറയാൻ എന്താ ആന്റി കാരണം? വിക്രം അവന്റെ പിറന്നാൾ ആഘോഷിച്ചിട്ട് 8 വർഷത്തിലും മേലെയായി. എന്താ പറഞ്ഞേ? 8 വർഷോ? അതെന്താ ഇത്രയും കാലം ബർത്ത്ഡേ ആഘോഷിക്കാതിരുന്നേ? അത് വിക്രം ആ രാക്ഷസ വിജയലക്ഷ്മിയെ വിട്ടുപിരിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് അവൻ ഈ വക ചടങ്ങുകളൊന്നും ചെയ്യാറില്ല. പിറന്നാള് ദിവസം ഒരു ചെറിയ കേക്ക് പോലും അവൻ കട്ട് ചെയ്യാറില്ല. എന്താണ് നീ ഇങ്ങനെയെന്ന് ചോദിച്ചാ, എനിക്കെന്തിനാ ഈ പിറന്നാൾ ആഘോഷങ്ങളൊക്കെ? അതിന്റെ ഒരു ആവശ്യവുമില്ല. അത് ആഘോഷിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല എന്ന് മുഖത്തടിച്ച പോലെ പറയൂ അവൻ. ശരി, അവന് വിഷമം വേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങളും അവന്റെ പിറന്നാളൊന്നും ആഘോഷിക്കാൻ നിർബന്ധിക്കാറില്ല. എന്നാ ഈ വർഷം നീ ഈ പിറന്നാൾ ആഘോഷം മുൻകൈയെടുത്ത് നന്നാക്കി ചെയ്യണം. വിക്രമിനോട് ഈ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. അങ്ങനെ അറിഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നുള്ള കാര്യം ഉറപ്പാ. അതെങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തും. നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു കാരണവശാലും അവൻ അറിയരുത്. അതിനുശേഷം അത് കണ്ട് അവൻ വളരെ സന്തോഷിക്കണം. അവന്റെ മനസ്സിലൊരു കുളിർമയുണ്ടാവണം. ആ രീതിയിൽ ഓരോ കാര്യങ്ങളും നീ ക്യൂട്ടായിട്ട് ചെയ്യണം. ആന്റി എന്നോടിപ്പോ ചെയ്യാൻ പറഞ്ഞില്ലേ? ഇനി എന്റെ കലാവിരുതുകൾ എന്തൊക്കെയാണെന്ന് കണ്ടോ? 8 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ബർത്ത്ഡേ കടങ്ങളെല്ലാം നമുക്ക് ഈ പ്രാവശ്യം അങ്ങ് തീർക്കാം ആന്റി. വിക്രമിന്റെ ബർത്ത്ഡേ ഈ പ്രാവശ്യം നമ്മൾ അടിച്ച് പൊളിച്ചിരിക്കും. അറേഞ്ച്മെന്റ്സ് എല്ലാം ഞാൻ നോക്കിക്കോളാം. ഡോണ്ട് വെറി ആന്റി. പ്രീതി ഉള്ളപ്പോ എന്തിനാ പേടിക്കുന്നേ? അല്ല ദേവയാനി, വിക്രമൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാ അവനാകെ ടെൻഷനാവില്ലേ? അവനെ അറിയിക്കാതെ ശ്രദ്ധിക്കേണ്ടി വരും. പിറന്നാള് വിശേഷങ്ങളൊക്കെ നമ്മൾ മുന്നിട്ട് നിന്നല്ലേ ചെയ്യേണ്ടത്. പിന്നെന്തിനാ പ്രീതിയോട് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത്? അമ്മേ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമെന്ന് അമ്മയ്ക്കറിയില്ലേ? ഞാൻ ഒന്നും കാണാതെ ഇത് പ്രീതിയെ ഏൽപ്പിച്ചതല്ല. പ്രീതി വിക്രമിന് വേണ്ടി ഞാൻ പറഞ്ഞ കാരണം കൊണ്ട് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ അവള് ഭംഗിയായി ചെയ്യും. ഇതെല്ലാം തനിക്ക് വേണ്ടിയാണല്ലോ ചെയ്തതെന്ന് വിക്രമിന് അവളോടൊരു താല്പര്യം വരാൻ സാധ്യതയുണ്ട്. അത് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു പുതിയ ബന്ധം ഉണ്ടാക്കി അത് കല്യാണത്തിൽ ചെന്ന് അവസാനിക്കുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാതെ വേറൊരു ഉദ്ദേശവും ഇതിലില്ല. ഐഡിയ ഒക്കെ നല്ലതാണ്. എന്നാ ഇതിലൊരു പ്രശ്നവും വരാൻ പാടില്ല. എന്താന്ന് വെച്ചാ വിക്രമിന് ഏത് സമയത്താ സ്വഭാവം മാറുക എന്നുള്ള കാര്യം അറിയില്ല.